നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 8 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇവിടെ മുമ്പേ നിങ്ങളിൽ ഇരുൾ ഉണ്ടായിരുന്നു എന്നല്ല, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ഇപ്പോൾ നിങ്ങളിൽ വെളിച്ചം ഉണ്ട് എന്നല്ല, ഇപ്പോൾ നിങ്ങൾ വെളിച്ചം, കർത്താവിൽ വെളിച്ചം ആകുന്നു. അപ്പോൾ മുമ്പേ ഇരുളായിരുന്നു എന്ന് പറയുമ്പോൾ അത് മുമ്പാണ്, അത് കഴിഞ്ഞുപോയ ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വിശ്വാസികളെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച് പറയുമ്പോൾ അവർ മുമ്പേ ഇരുളായിരുന്നു എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ അവര് ഇരുളല്ല, അവരിൽ വെളിച്ചമുണ്ട് എന്നുള്ളതിനേക്കാൾ, അവരിൽ വെളിച്ചമുണ്ട്, അവരിലുള്ള വെളിച്ചം എന്ന് പറയുന്നത് അവർ വെളിച്ചമായിരിക്കുന്നത് കൊണ്ടുള്ള വെളിച്ചമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വെളിച്ചമാകുന്നു എന്നല്ല, നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. എന്തുകൊണ്ടാണ് കർത്താവിൽ വെളിച്ചമാകുന്നു അല്ലെങ്കിൽ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന് പറയുന്നതും നിങ്ങൾ വെളിച്ചമാകുന്നു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നമ്മളിൽ തന്നെ ഒരു വെളിച്ചമാകുവാനായിട്ട് കഴിയുകയില്ല. നമുക്ക് വെളിച്ചമാകുവാൻ കഴിയുന്നത് വെളിച്ചമായിരിക്കുന്ന കർത്താവിൽ നാം വസിക്കുമ്പോഴാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കർത്താവിൽ വസിക്കുന്ന ഒരു ജീവിതമാണ് എന്ന് നാം വളരെയേറെ പ്രാവശ്യം അനേക വചനഭാഗങ്ങളിലൂടെ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവിൽ വസിക്കുന്ന ജീവിതമാണ്, അല്ലെങ്കിൽ കർത്താവ് നമ്മിൽ വസിക്കുന്നതായിട്ടുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നാം കർത്താവിൽ വസിക്കുകയാണെങ്കിൽ കർത്താവിൽ ഉള്ളതായ വെളിച്ചം നമുക്ക് കൂടി പകരപ്പെട്ട് നാമും വെളിച്ചമായി തീരുന്ന ഒരു ആത്മീക അവസ്ഥയാണ്, അല്ലെങ്കിൽ അതൊരു ആത്മീക യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇരുള് ആണ് എങ്കിൽ നമുക്കറിയാം, ഇരുളില് വെളിച്ചമില്ല, വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇരുളെന്ന് പറയുന്നത്. ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇരുട്ട് എപ്പോഴും നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്. കൂരിരുട്ട് എന്ന് പറയുന്നത് ഭീതി തരുന്നതാണ്. ഒന്നും കാണുവാനായിട്ട് കഴിയുകയില്ല, ഒന്നും ഫലകരമായി ചെയ്യാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇരുട്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ ഇരുളായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ തന്നെ ഒരു നന്മയുമില്ല, ഭീതിപ്പെടുത്തുന്നവര്, ഒന്നും ചെയ്യുവാൻ കഴിയാത്തവര്, അങ്ങനെ എല്ലാ നിലയിലും ഒരു പരാജയപ്പെട്ട ഗുണമില്ലാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും ഈ വെളിച്ചം വളരെ പ്രയോജനമാണ് എന്ന് നമുക്കറിയാമല്ലോ. ശരി, കർത്താവിന് പ്രസാദമായത് എന്ത് എന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ഇത് വളരെ പ്രാധാന്യമുള്ളതായ, എല്ലാം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. എന്നാൽ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. നാം വെളിച്ചത്തിൽ നടക്കണം. നാം തന്നെ വെളിച്ചമാണ്. നാം വെളിച്ചത്തിൽ നടക്കേണ്ടതും ആവശ്യമാണ്. കർത്താവ് വെളിച്ചമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. അപ്പോൾ കർത്താവിൽ വസിക്കുമ്പോൾ നാമും വെളിച്ചമായി, കർത്താവിൽ വെളിച്ചമായി തീരുന്നു. അതിനുശേഷം ആ കർത്താവിന്റെ വെളിച്ചത്തിലാണ് നാം നടക്കേണ്ടത്. ആ വെളിച്ചത്തിലുള്ളവരായിട്ടാണ് നാം നടന്ന് ജീവിക്കേണ്ടത്. അങ്ങനെ വെളിച്ചത്തിലുള്ളവരായി നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ വെളിച്ചത്തിലുള്ളവരായിട്ട് നടക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ എങ്ങനെയുള്ളവരെയാണ് വെളിച്ചത്തിലുള്ളവരായി നടക്കുന്നതായിട്ട് പരിഗണിക്കേണ്ടത്? അത് 9-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും കർത്താവിന് പ്രസാദമായത് എന്ത് എന്ന് പരിശോധിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ വെളിച്ചത്തിൽ നടക്കുന്നവര്. വെളിച്ചത്തിലായിട്ട്
അവര് നടക്കുന്ന ആളുകൾ. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ കർത്താവിന് ഇത് പ്രസാദമാണോ, കർത്താവിന്റെ ഇഷ്ടം ഇതാണോ എന്നുള്ളത് നമ്മളുടെ ഒരു പ്രാഥമിക പരിശോധനയാണോ എന്നുള്ളത് ഒരു സുപ്രധാന ചോദ്യമാണ്. പലപ്പോഴും നമുക്ക് നമ്മുടേതായ ചില കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ താല്പര്യങ്ങളിൽ, നമ്മുടെ ഇഷ്ടങ്ങളിൽ ഒക്കെ നമ്മൾ തീരുമാനമെടുക്കുകയും അതിനുശേഷം അതിനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിനുശേഷം അത് ദൈവഹിതമാണ് എന്ന് നമ്മൾ തീരുമാനിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അടയാളങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മളത് അങ്ങനെ അങ്ങ് തീരുമാനിക്കും, പറയും. അതിനുശേഷം യഥാർത്ഥത്തിൽ നമ്മുടെ ഇഷ്ടം എന്ത് എന്നുള്ളത് നാം തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം അത് കർത്താവിന്റെ തലയിൽ കെട്ടിവെക്കുന്നതായിട്ടുള്ള ഒരു പ്രവണതയാണ് പൊതുവെ ക്രിസ്തീയ ലോകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിഷ്പക്ഷമായി കർത്താവിന്റെ ഇഷ്ടം എന്താണ് എന്ന് പരിശോധിക്കുവാൻ ആരും പലപ്പോഴും മെനക്കെടാറില്ല. എന്ന് മാത്രവുമല്ല, കർത്താവിന്റെ ഇഷ്ടം എന്ത് എന്ന് പരിശോധിച്ച് ബോധ്യപ്പെടണമെങ്കിൽ അത് ഒരല്പം ആത്മീകമായിട്ടുള്ള പക്വതയും ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യവുമാണ്. നമ്മൾ അതിനെക്കുറിച്ച് റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ പഠിക്കുകയുണ്ടായി. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട അല്ലെങ്കിൽ ഒരു ആത്മീക പക്വത പ്രാപിച്ച ആളുകൾക്കാണ് ദൈവേഷ്ടം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അങ്ങനെ പക്വത പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, രൂപാന്തരപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ, നമുക്ക് ഇന്ന് ലോകത്ത് വളരെ അപൂർവമായി മാത്രം കാണുന്നതായ, ക്രിസ്തീയ ലോകത്ത് വളരെ അപൂർവമായി മാത്രം കാണുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് എന്നറിയാമല്ലോ. നമ്മൾ രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ കഴിഞ്ഞ ചില വർഷങ്ങളിലെ നമ്മളുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ നാം എത്രത്തോളം രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിനോട് അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയോളം നാം എത്രത്തോളം രൂപാന്തരപ്പെട്ട് വളർന്നിട്ടുണ്ട്, എത്രത്തോളം പക്വത പ്രാപിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, കഴിഞ്ഞ 10 വർഷമോ 20 വർഷമോ 30 വർഷമോ എടുത്താൽ നമ്മളുടെ അറിവിന്റെ തലങ്ങൾ ഒരുപക്ഷെ കുറച്ചുകൂടി വിശാലമായിട്ടുണ്ടാകും വചന പഠനത്തിലൂടെ എന്നതിനപ്പുറം നമ്മളുടെ ജീവിതത്തിലെ രൂപാന്തരം എന്ന് പറയുന്നത് വളരെ പരിമിതങ്ങളാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മുടെ അറിവ് വർദ്ധിച്ചാൽ ദൈവഹിതം തിരിച്ചറിയാം എന്നുള്ളതല്ല. ബൈബിൾ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും പഠിച്ചാൽ, ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ബൈബിൾ പഠിച്ചാൽ നമുക്ക് ദൈവഹിതം മനസ്സിലാക്കാൻ കഴിയുമെന്നല്ല. മറിച്ച് നാം രൂപാന്തരപ്പെട്ടാൽ ദൈവഹിതം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ദൈവവചനത്തിലെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ഇഷ്ടം എന്ത് എന്ന്, അല്ലെങ്കിൽ കർത്താവിന് പ്രസാദമായത് എന്ത് എന്ന് പരിശോധിക്കുക എന്ന് പറയുന്നത് കേവലം വാക്കുകളിൽ മാത്രം നിലനിൽക്കുന്നതും ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമല്ലാതെയായി തീരുന്നതുമായ ഒരവസ്ഥ ക്രിസ്തീയ ലോകത്തുണ്ട്. ഇനി കർത്താവിന്റെ ഇഷ്ടം എന്താണെങ്കിലും എൻ്റെ ഇഷ്ടം ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നതായ ഒരു പ്രവണതയാണ് പൊതുവെ വിശ്വാസികളുടെ ഉള്ളിലുള്ളത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വെളിച്ചത്തിൽ വസിക്കുന്നു എന്നോ വെളിച്ചത്തിൽ നടക്കുന്നു എന്നോ പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം അങ്ങനെ നടക്കണമെങ്കിൽ അത് കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം എന്ത് എന്ന് പരിശോധിച്ചുകൊണ്ട് അത് ചെയ്യുന്നവരായി ജീവിക്കുമ്പോഴാണ് നാം വെളിച്ചവും അതുപോലെ വെളിച്ചത്തിൽ നടക്കുന്നവരുമായി തീരുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ലൗകിക ജീവിതത്തിന് ഒരു സഭായോഗത്തിന്റെ മേമ്പൊടിയോ അതല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രൊമോഡിയോ ഒക്കെ ധരിച്ചാൽ എത്തിപ്പെടാവുന്ന ഒരു മേഖലയല്ല. അത് നമ്മെ തന്നെ ത്യജിക്കുകയും കർത്താവിൽ വസിക്കുകയും കർത്താവിന്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് പരിശോധിച്ച് അത് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തെ എല്ലാം മാറ്റിവെച്ചിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. ശരി, 10ാമത്തെ വാക്യത്തിൽ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പം വെളിച്ചത്തിൽ വെളിച്ചമായിരിക്കുകയും വെളിച്ചത്തിൽ നടക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ഉളവാകേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 3
ഫലങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്തൊക്കെയാണ്? സൽഗുണവും, സകല സൽഗുണവും. അതായത് എല്ലാ സൽഗുണവും നമ്മളിൽ നിന്ന് ഉണ്ടാകും. അതിനെ നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് നല്ല എല്ലാ സൽഗുണവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവിടെ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദയയുണ്ട്, ദീർഘക്ഷമയുണ്ട്, അവിടെ പരോപകാരമുണ്ട്, ഇന്ദ്രിയജയമുണ്ട്, വിശ്വസ്തതയുണ്ട്. അങ്ങനെ എല്ലാ സൽഗുണങ്ങളും അവിടെ ഉണ്ട്. നാം വെളിച്ചത്തിൽ വസിച്ചുകൊണ്ട് വെളിച്ചമായി, കർത്താവിൽ വസിച്ചുകൊണ്ട് വെളിച്ചമായും വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമ്മളിൽ ഉളവാകുന്നത് എല്ലാ സൽഗുണങ്ങളും, നമുക്ക് എന്തെല്ലാം ഗുണങ്ങളെ കുറിച്ച് പറയാമോ അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഫലമായിട്ട് തീരും. അതുപോലെ തന്നെ നീതി, സത്യം, നമ്മെ നീതീകരിക്കുന്നതായിട്ടുള്ള ദൈവിക നീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ മേൽ കണക്കിട്ടിട്ടുള്ളതായ ക്രിസ്തുവിന്റെ നീതി എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. എന്നാൽ വെളിച്ചത്തിൽ നാം വസിക്കുമ്പോൾ, ക്രിസ്തുവിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള നീതിയും സത്യവും എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലുള്ളതായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അനീതി അല്ലെങ്കിൽ അസത്യം എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വെളിച്ചമായിരിക്കുകയും വെളിച്ചത്തിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ഇങ്ങനെയുള്ള എല്ലാ നല്ല ഗുണങ്ങളും നീതിയും സത്യവും വെളിപ്പെട്ടു വരുന്നുവെങ്കിൽ നാം വെളിച്ചത്തിലാണ് വസിക്കുന്നതും, അല്ലെങ്കിൽ നാം വെളിച്ചങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ വെളിച്ചത്തിലാണ് വസിക്കുന്നത് എന്ന് നാം അവകാശപ്പെടുകയും എന്നാൽ ഈ സൽഗുണങ്ങളൊന്നും, നീതിയും സത്യവും എല്ലാ സൽഗുണവും നമ്മളിൽ പ്രകടമാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നാം വെളിച്ചത്തിൽ നടക്കുന്നില്ല, നാം കർത്താവിൽ വെളിച്ചമായി തീർന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും നാം വളരെ ഭയത്തോടെ ഓർക്കേണ്ടതായ കാര്യമാണ്. ഇന്ന് അങ്ങനെ സൽഗുണങ്ങളൊക്കെ ഉണ്ടാകണോ എന്ന് ചോദിച്ചാൽ, പൊതുവിൽ വിശ്വാസികളുടെ ഇടയിൽ, വിശ്വാസ ലോകത്തുള്ള കാര്യമെന്ന് പറയുന്നത് ചില സ്വഭാവ ദൂഷ്യങ്ങൾ, അതായത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ, മദ്യപാനം, മോഷണം, വ്യഭിചാരം മുതലായിട്ടുള്ളതായ ചില ദോഷങ്ങൾ ഒക്കെ മാറ്റിവെച്ച് അത് സാക്ഷ്യമുള്ള ഒരു ജീവിതം എന്നൊക്കെ പറയാറുണ്ടല്ലോ. സാക്ഷ്യമുള്ള, അതായത് ചില ഗൗരവമായിട്ടുള്ള പാപപ്രവൃത്തികളെ മാറ്റിവെച്ചിട്ട് പിന്നെ ലോകത്തിലെ ആളുകൾ ജീവിക്കുന്നത് പോലെ അങ്ങ് ജീവിക്കുക. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഏതെങ്കിലും ഒരു കൂട്ടത്തിന്റെ അംഗമാണ് എങ്കിൽ ആ കൂട്ടത്തിന് ചില ചട്ടവട്ടങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ മെമ്പർമാരായിരിക്കുന്നതിന് അവരെ യോഗ്യരാക്കുന്നതായിട്ടുള്ള ചില നിയമാവലികളുണ്ട്. അത് ലംഘിച്ചാൽ അവർക്ക് ആ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് ഒരു കൂട്ടം ആവശ്യപ്പെടുന്നതായ, അല്ലെങ്കിൽ ഇന്ന് വിളിക്കപ്പെടുന്നതായിട്ടുള്ള സഭ എന്ന് തന്നെ പറഞ്ഞോളൂ, സഭ എന്ന് പലപ്പോഴും പല കൂട്ടങ്ങളെയും വിളിക്കുവാനായിട്ട് കഴിയുകയില്ല. ആ കൂട്ടങ്ങൾ അല്ലെങ്കിൽ ആ സഭയിൽ അംഗത്വം നിലനിർത്തേണ്ടതിന് ആവശ്യമായിട്ടുള്ള ഒരു മിനിമം പ്രോഗ്രാം ഉണ്ട്. ആ മിനിമം പ്രോഗ്രാം അങ്ങ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇനി അതിനകത്ത് എന്തെങ്കിലും ഇച്ചിരി സ്ഥാനമോ മാനമോ ഒക്കെ താല്പര്യമുള്ള ആളുകൾ അതിനു വേണ്ടുന്നതായിട്ടുള്ള ചില ക്രിയകളൊക്കെ ചെയ്ത് അവരുടെ വിദ്യാഭ്യാസപരമായോ അവരുടെ സാമ്പത്തികമായോ ഉള്ള സാധ്യതകളൊക്കെ ഉപയോഗിച്ച് അതുമൊക്കെ കൈക്കലാക്കി മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സഭകൾ എന്ന് വിളിക്കുന്നതായിട്ടുള്ള കൂട്ടങ്ങളിലുള്ളത്. അതല്ലാതെ ഈ ചില തെറ്റുകളെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. മറിച്ച് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ഇഷ്ടം എന്ത് എന്ന്, അല്ലെങ്കിൽ കർത്താവിന് പ്രസാദമായത് എന്ത് എന്ന് പരിശോധിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ്. അല്ലെങ്കിൽ പരിശോധിക്കുകയും അത് ചെയ്യുകയും, പരിശോധിക്കുന്നത് അത് ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നാം അങ്ങനെ വെളിച്ചത്തിലാണോ നടക്കുന്നത്, നാം വെളിച്ചമാണോ എന്നുള്ളത് പരിശോധിക്കുന്നതിന്, കർത്താവിന്റെ പ്രസാദം എന്ത് എന്നുള്ളത് പരിശോധിച്ച് അത് ചെയ്യാനുള്ള താല്പര്യം നമുക്കുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ നടപ്പിൽ എല്ലാ സൽഗുണങ്ങളും നീതിയും സത്യവും നമ്മളിലൂടെ വെളിപ്പെട്ടു വരുന്നുണ്ടോ, ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ പരിശോധിക്കുകയാണ് വേണ്ടത്. പിന്നെ 11-ാമത്തെ വാക്യത്തിൽ
ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ ക്രിസ്തുവിൽ വസിക്കുന്ന, ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്ന വിശ്വാസികൾക്ക് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകുവാനായിട്ട് കഴിയും. അതാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തെറ്റായ കൂട്ടുകെട്ടാണ് ഇന്ന് ലോകത്തിൽ മനുഷ്യരെ നമുക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നവരെ നോക്കിയാൽ, ഒരു തെറ്റായിട്ടുള്ള കൂട്ടുകെട്ട് ആ നിലയിൽ ആളുകൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവര് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, കർത്താവിന്റെ പിന്നാലെ യാത്ര തിരിച്ചു. എന്നാൽ അവര് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക്, ഇരുട്ടിന്റെ പ്രവൃത്തികൾക്ക് അവര് കൂട്ടാളികളാണ്. ഇരുട്ടിന്റെ പ്രവൃത്തികളോടാണ് അവർക്ക് താല്പര്യം. രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയും, പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് കേവലം മദ്യപാനം നിർത്തിയെന്നോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. മദ്യപിക്കാത്തതും, ദുർനിറപ്പില്ലാത്തതും, അതുപോലെ തന്നെ മോഷ്ടിക്കാത്തതും, അങ്ങനെയൊക്കെയുള്ള എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ചുറ്റും ഈ ലോകത്തുണ്ട്. എന്നാൽ അവരും ഇങ്ങനെ ചില പാപപ്രവൃത്തികൾ വേണ്ട എന്ന് വെച്ചാൽ നാം ദൈവത്തിന്റെ പ്രിയരായി തീരുന്നു എങ്കിൽ ലോകത്തിൽ എത്രയോ ആളുകൾ അങ്ങനെ ജീവിക്കുന്നവരായിട്ടുള്ള ആളുകളുണ്ട്. അത് നമുക്ക് അറിയാമല്ലോ. പ്രിയമുള്ളവരെ, അങ്ങനെ ചില വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ചില പ്രവർത്തനങ്ങളിലെ തലത്തിലെ ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് നാം ക്രിസ്ത്യാനികളായി അല്ലെങ്കിൽ ദൈവമക്കളായി എന്ന് പറയുവാനായിട്ട് കഴിയില്ല. അത്തരം ദൈവമക്കളായാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് ഒരു ന്യായമാണ്. ഇന്ന് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നതായുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ വളരെ വൃത്തികെട്ട ജീവിതം നയിച്ച ആളുകളൊന്നും ആയിരുന്നില്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ചില നിയമങ്ങൾ ലംഘിക്കുന്നതോ, ചില സഭയുടെ ചട്ടവട്ടങ്ങൾക്ക് വിധേയപ്പെടുന്നതോ, അതല്ലെങ്കിൽ പരസ്യമായിരിക്കുന്ന ചില പാപപ്രവൃത്തികൾ വേണ്ട എന്ന് വെക്കുന്നതിലോ ഒതുങ്ങുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ എന്ന് പറയാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം എല്ലാ പാപ സ്വഭാവങ്ങളും അതില് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വായിക്കുകയുണ്ടായി. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, അതുപോലെ തന്നെ അതൊന്നും നിങ്ങളുടെ ഇടയിൽ പേർവറക് പോലും അരുത്, പിന്നെ ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലാതെ പാപങ്ങളുടെ ഒരു ലിസ്റ്റ് ഒന്നും ഇവിടെ അപ്പസ്തോലൻ പറയുന്നില്ല. കാരണം പലപ്പോഴും ഈ പാപങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ അതിലേതാനുമൊക്കെ ഒഴിവാക്കിയാൽ നമ്മളുടെ പ്രശ്നങ്ങൾ തീരുമെന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ജീവിക്കുന്ന ജീവിതമാണ്, ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതമാണ്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ സകല സൽഗുണവും നീതിയും സത്യവും നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമാണ്. ചില പാപപ്രവൃത്തികൾ വേണ്ട എന്ന് വെച്ച ഒരു ജീവിതം മാത്രമല്ല അത്. പാപപ്രവൃത്തികൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ വളരെ മാന്യനാണ്, ശ്രേഷ്ഠനാണ് എന്ന് ഒരാൾ ചിന്തിച്ചു പോയാൽ അത് എത്രയോ കഷ്ടമെന്ന് മാത്രമേ പറയുവാനായിട്ടുള്ളൂ. ഒരുപക്ഷെ അത്തരം പാപപ്രവൃത്തികൾ ചെയ്യാത്തതായിട്ടുള്ള ധാരാളം ആളുകൾ, അല്ലെങ്കിൽ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയുള്ളവർ തന്നെ ആണ് എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാവരുത് എന്ന് പറയുമ്പോൾ അത് കൂട്ടാളികളായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ആളുകൾ വിശ്വാസം വിട്ട് മുമ്പോട്ട് പോകുന്നത്, വിശ്വാസം വിട്ട് തെറ്റിപ്പോകുന്നത്. അതിനെക്കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന പാപങ്ങളിൽ ഒന്ന് ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദ്രവ്യാഗ്രഹം അത് ഈ ഇരുട്ടിന്റെ കൂട്ടാളികളായി, ഇരുട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക്, നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകുന്നതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം അതിന് കൂട്ടാളികളായി തീരുന്നതാണ്. അതിനെക്കുറിച്ച് തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ അവര് വിശ്വാസം വിട്ടകന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്.
അപ്പോൾ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നതായിട്ടുള്ള ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തിക്ക് നാം കൂട്ടാളികളായി തീർന്നാൽ വിശ്വാസം വിട്ടകന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരും എന്ന് നമുക്ക് കാണാം. അതുപോലെ ഏതൊരു പാപത്തെയും, ദ്രവ്യാഗ്രഹം മാത്രമല്ല, ദുർനിറപ്പോ അശുദ്ധിയോ അല്ലെങ്കിൽ ഏതൊരു പാപവും, ആ പാപത്തിൽ മാനസാന്തരപ്പെടാതെ തുടരുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ അത് ഇരുട്ടിന്റെ പ്രവൃത്തികളോട് നാം സമന്വയപ്പെടുന്നതും അതിന് കൂട്ടാളികളായി തീരുന്നതും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ്. അത് ആത്യന്തികമായിട്ട് നാം മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അത് വിശ്വാസത്യാഗത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക എന്ന് പറഞ്ഞിട്ട് മനുഷ്യരുടെ അന്ത്യകാലത്തെ വിശ്വാസികളുടെ കുറെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവര് ശക്തിയില്ലാതെ അതിൻ്റെ പുറംപോടി മാത്രമുള്ള ആളുകളായിട്ട് അവർ തീരുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തില് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അപ്പൊ ഭക്തിയുടെ വേഷം അവർക്കുണ്ട്, എന്നാൽ അതിന്റെ ശക്തിയില്ല. അതിന് കാരണം അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള 10-14 പാപ സ്വഭാവങ്ങളാണ് കാരണമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഇരുട്ടിന്റെ പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി തീർന്നുകൊണ്ട്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി തീർന്നുകൊണ്ട് ആ പാപ സ്വഭാവങ്ങളിൽ നാം മാനസാന്തരപ്പെടാതെ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ ആത്യന്തികമായി നാം ചെന്നെത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ഭക്തിയുടെ ഒരു വേഷമുണ്ട്, എന്നാൽ അതിൻ്റെ ശക്തി ഇല്ല. അപ്പൊ അവരെ കുറിച്ച് പറയുന്നത് അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിഞ്ഞു പോയിക്കൊള്ളാനാണ്. കാരണം അത് ഒരിക്കലും ഒരു നന്മയിലേക്ക് പോവുകയില്ല. അവരെ കുറിച്ച് പിന്നീട് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അവരെ കുറിച്ചൊരു പ്രത്യാശയല്ല അപ്പസ്തോലൻ പറയുന്നത്, അവർ ആ ദോഷത്തിൽ മുതിർന്നു വരുമെന്നാണ് പറയുന്നത്. അതായത് അതുകൊണ്ടാണ് അവരെ വിട്ടൊഴിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നതായിട്ടുള്ള പ്രബോധനം ഇവിടെ പൗലോസ് അപ്പസ്തോലൻ തിമോഥെയോസിനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി നാം മുമ്പോട്ട് പോയാൽ അത് ആത്യന്തികമായിട്ടുള്ള വിശ്വാസത്യാഗത്തിലേക്കാണ് എത്തുക എന്നുള്ളത് നാം ഓർക്കണം. കൂട്ടാളികളാകരുതെന്ന് മാത്രമല്ല, അവയെ ശാസിക്കുക അത്ര വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളുടെ സാഹചര്യം നമ്മളുടെ മുമ്പിൽ വന്നാൽ നാം അവയെ ശാസിക്കണം. അതൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോടുള്ള സംസർഗം നാം ഒഴിവാക്കണം. അതൊരു പ്രസ്ഥാനമാണെങ്കിൽ ആ പ്രസ്ഥാനത്തോടുള്ള നമ്മുടെ ഇടപാടുകൾ നാം അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ അത് നമ്മളുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ളൊരു മോഹമാണെങ്കിൽ ആ മോഹത്തോടും നാം നോ, പറ്റില്ല, പാടില്ല എന്ന് പറയേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഇരുട്ടിന്റെ ഏത് പ്രവൃത്തികൾ അത് എവിടെ നിന്ന് വന്നാലും അതൊരു പിശാചിന്റെ പ്രലോഭനമായിട്ട് വരാം, നമ്മുടെ ജഡത്തിന്റെ ഒരു പ്രലോഭനമായിട്ട് വരാം, മറ്റ് വിശ്വാസികളെന്ന് പറയപ്പെടുന്നവരോ അല്ല എങ്കിൽ വിശ്വാസമില്ലാത്തവരോ ആയിട്ടുള്ള ആളുകളുടെ അടുക്കൽ നിന്നും അങ്ങനെയുള്ളതായ പ്രവണതകൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ വരുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അവയെ ശാസിക്കുക. എപ്പോഴാണ് ഈ ശാസന വരുന്നത്? ശാസനയുടെ ആവശ്യം എപ്പോഴാണ്? നമുക്ക് കൂട്ടുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു രീതിയിലും സമരസപ്പെടാൻ കഴിയാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ ശാസിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നൊക്കെ നാം പറയാറുള്ളത്. അപ്പോൾ ഒരിക്കലും കൂട്ടുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിഷ്ഫല പ്രവൃത്തികളോടുള്ള നമ്മളുടെ മനോഭാവം എന്ന് പറയുന്നത്. അവയെ ശാസിക്കുക എത്ര വേണ്ടത്? അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. ഇത് ഇന്ന് ക്രിസ്തീയ ലോകത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പൊതുവിൽ ആളുകൾ ആരും അറിയുന്നില്ല എങ്കിൽ പാപത്തിനോട് സമരസപ്പെടാനുള്ള ഒരു പ്രവണത വിശ്വാസികളുടെ ഇടയിൽ
വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ, വിശ്വാസികൾ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല, വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന് കാരണം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ആയിരിക്കുന്ന അയൽപക്കത്തോ സമൂഹത്തിലോ സഭയിലോ ഉള്ള അവരുടെ ഒരു സാമൂഹികമായിട്ടുള്ള സ്വീകാര്യത, അംഗീകാരം അത് നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് പലപ്പോഴും ആളുകളെ അവരുടെ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത്. അത് ഒരു പരിധി വരെ നല്ലതാണ്. കാരണം അങ്ങനെ ആരെയും ഭയമില്ലാത്ത ആളെന്ന് പറഞ്ഞാൽ അവരൊരു സാമൂഹിക തിന്മയായിട്ട് അവര് തീരും. അപ്പോൾ മറ്റുള്ളവരെ ഭയം ഉണ്ടായിരിക്കുക, സ്വന്തം മാന്യത കാക്കാനായിട്ട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു നല്ല കാര്യവും കൂടിയാണ്. എന്നാൽ ദൈവ പൈതലായിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവര് പാപത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതിന്റെ കാരണം എൻ്റെ സാക്ഷ്യം പോകുമോ, എൻ്റെ അംഗീകാരം പോകുമോ, മനുഷ്യർ എന്നെക്കുറിച്ച് ബഹുമാനമില്ലാത്തതായി തീരുമോ എന്നുള്ള ചിന്തയിൽ നിന്നൊന്നുമല്ല. മറിച്ച് അവര് ദൈവത്തിന്റെ ഒരു മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്നുള്ളത് കൊണ്ടും ആ സ്ഥാനത്തിനൊരു വലിയ മഹത്വമുണ്ട് എന്നുള്ളത് കൊണ്ടും ആരും കണ്ടില്ലെങ്കിലും എൻ്റെ സ്വർഗത്തിലെ പിതാവ് ഇത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്നിൽ വസിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് നാം ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു മറുതലിപ്പാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ വിശ്വാസികളായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന ആളുകൾ ഈ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി പോകാൻ സമ്മതിക്കാതിരിക്കേണ്ടത്. അതല്ലാതെ ആരെയെങ്കിലും ഭയപ്പെട്ടിട്ടല്ല. പലപ്പോഴും മനുഷ്യരെ ഭയപ്പെട്ടിട്ട് ഒരു പക്ഷേ ഒരു മാന്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. അത് അത്രത്തോളം നല്ലതാണെങ്കിൽ പോലും ഒരു ദൈവ പൈതലിന്റെ മനോഭാവം ഒരിക്കലും അങ്ങനെ ആകുവാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. ഭയപ്പെട്ടിട്ടും നമുക്ക് കൽപ്പനകളെ പ്രമാണിക്കാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെയുള്ള കാര്യമല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. ദൈവത്തെ ഭയപ്പെട്ടിട്ടോ മനുഷ്യനെ ഭയപ്പെട്ടിട്ടോ നാം ദൈവകൽപ്പനകൾ അനുസരിക്കുന്നു എന്ന് പറയുന്നത് ആ ഭയം മാറുന്ന സമയത്ത് നമുക്ക് ആ ഒരു കൽപ്പനകൾ അനുസരിക്കാനുള്ള ആ ഒരു മനോഭാവവും നമുക്ക് മാറും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതിസ്നേഹവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അനുസരിക്കുന്നതിന് ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അതായത് അവസരം കിട്ടിയാൽ ആരും കാണുകയില്ലെങ്കിൽ മനുഷ്യരെ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ ഹൃദയത്തിലൂടെ അല്ലെങ്കിൽ ചിന്തയിലൂടെ പോകുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ആരോ ഒരാൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു TV സ്ക്രീനിൽ എന്ന പോലെ നമ്മളുടെ മുഖത്ത് എഴുതി വരികയാണെങ്കിൽ എത്രയോ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അത് മനുഷ്യർ കാണുമ്പോൾ നമ്മുടെ ചിന്തകൾ അങ്ങനെ എഴുതി വന്നാൽ അത് മനുഷ്യർ കാണുമ്പോൾ നമുക്ക് ഭയമാകുകയും, എന്നാൽ അത് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ പോലും ദൈവം അറിയുന്നതിനെ കുറിച്ച് യാതൊരു ഭയവും നമ്മളിൽ ഉളവാകുന്നില്ല എങ്കിൽ നാം യഥാർത്ഥത്തിൽ ഒരു ദൈവസ്നേഹത്തിൽ വസിക്കുന്നവരാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അപ്പോൾ ഈ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകുവാനായിട്ട് നമ്മെ ക്ഷണിക്കുന്നതായിട്ടുള്ള ഈ ലോകവും ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളും നമ്മളുടെ ജഡത്തിന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ശാസിച്ച് അതിനോടൊക്കെ നോ പറഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ നമുക്ക് ബോധം വരും. സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ നമുക്ക് ബോധം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നിഷ്ഫല പ്രവൃത്തികളെ ശാസിക്കുന്ന ആളുകളായി തീരണം.
നിഷ്ഫല പ്രവൃത്തികളെ ശാസിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനോട് എതിർക്കുമ്പോൾ അത് ഇരുട്ടിന്റെ പ്രവൃത്തികളാണ്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളാണ്. അപ്പോൾ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളോട് നാം നോ എന്ന് പറയുമ്പോൾ, പറ്റില്ല എന്ന് പറയുമ്പോൾ, നമുക്ക് വെളിച്ചത്താൽ ബോധം വരും. എല്ലാ കാര്യത്തെക്കുറിച്ചും വെളിച്ചത്താൽ നമുക്ക് ബോധം വരും. അത് ദൈവം നമുക്ക് നൽകുന്നതാണ്. വെളിച്ചമാകുന്ന ദൈവത്തിൽ നാം വസിക്കുകയും ആ വെളിച്ചത്തിൽ നാം നടക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ മറയ്ക്കുന്ന കാര്യങ്ങളാണ് ഈ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന് പ്രകാശം, നമ്മുടെ ആത്മീയ കണ്ണുകൾക്ക് പ്രകാശം ലഭിക്കണമെങ്കിൽ ആ ഇരുട്ടിന്റെ പ്രവൃത്തികളെ നാം ശാസിച്ച് അതിന് വിധേയപ്പെടാതെ അതിൽ നിന്നും മാറി നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതതിന്റെ അതേ വാക്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. ഈ ബോധം എന്ന് പറയുന്നത് ദൈവം നൽകുന്നതാണ്. ദൈവം എങ്ങനെ നൽകുന്നതാണ്? ദൈവത്തിൽ വസിക്കുന്ന, വെളിച്ചത്തിൽ വസിക്കുന്നത് കൊണ്ടും നാം വെളിച്ചമായിരിക്കുന്നത് കൊണ്ടും നാം വെളിച്ചത്തിൽ നടക്കുന്നത് കൊണ്ടും ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ ശാസിക്കുന്നത് കൊണ്ടുമാണ് നമുക്ക് ഈ വെളിച്ചം പോലെ ഈ കാര്യങ്ങളെല്ലാം സകലത്തെയും കുറിച്ച് നമുക്ക് ബോധം വരുവാനിടയാവുന്നത്. അതായത് നാം വായിച്ച കാര്യങ്ങളെ ആകമാനം നോക്കിയാൽ വെളിച്ചമാകുന്ന കർത്താവിൽ വസിച്ച് വെളിച്ചത്തിൽ നടന്ന് വെളിച്ചത്തിന്റെ ഫലം കായ്ച്ച് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് നാം ശാസിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള സത്യമെന്ത്, യഥാർത്ഥത്തിൽ ദൈവിക വഴി എന്ത്, ദൈവേഷ്ടമെന്ത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ഇഷ്ടം, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ച് നാം അത് ചെയ്യണമെന്നുള്ളതാണല്ലോ. അങ്ങനെയാണല്ലോ നാം 9-ാമത്തെ വാക്യത്തിൽ വായിച്ച് ആരംഭിച്ചത്. അതിന് നമുക്ക് കഴിയണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇന്ന് ഇരുട്ടിൽ വസിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും വെളിച്ചത്തിൽ കാര്യങ്ങളെ അപഗ്രഥിക്കുവാൻ, വെളിച്ചത്താൽ കാര്യങ്ങളെ അപഗ്രഥിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നാം വെളിച്ചത്തിൽ വസിക്കുകയും വെളിച്ചത്താൽ നിയന്ത്രിക്കപ്പെടുകയും വെളിച്ചത്തിൽ നടക്കുകയും ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ സത്യത്തെ മനസ്സിലാക്കുന്നതിന്, ബോധം വരുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുശേഷം അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഉറങ്ങുന്നവനെ, ആരാണ് ഈ ഉറങ്ങുന്നവർ? ഉറങ്ങുന്നവരാരാണ്? ഉറങ്ങുന്നവർ മരിച്ചവരല്ല. മരിച്ചവർ എന്ന് പറയുമ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ആളുകൾ, അതായത് ദൈവിക ജീവൻ പ്രാപിക്കാത്ത, വീണ്ടും ജനനം പ്രാപിക്കാത്ത ആളുകളെ കുറിച്ചാണ് മരിച്ചവരെന്ന് പറയുന്നത്. എന്നാൽ ഉറങ്ങുന്നവരെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവരും മരിച്ചവരും തമ്മിൽ എന്താണ് വ്യത്യാസം? മരിച്ചവർക്ക് ജീവനില്ല, ഉറങ്ങുന്നവർക്ക് ജീവനുണ്ട്. എന്നാൽ മരിച്ചവർക്ക് ഇല്ല എങ്കിലും ഉറങ്ങുന്നവർക്ക് ജീവൻ ഉണ്ടെങ്കിലും ആ ജീവൻ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന ആളുകളെ കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? അവരങ്ങനെ ആത്മീയമായ ഒരു ഉറക്കം, അതായത് നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി തീർന്നുകൊണ്ട് വെളിച്ചത്തിൽ നടക്കാതെ കർത്താവിൽ വസിക്കാതെ ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് അവര് ആത്മീയമായ ഉറക്കത്തിലായിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അവര് മരിച്ചവർക്ക് തുല്യമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രവർത്തന തലത്തിലേക്ക് വരുമ്പോൾ മരിച്ചവരും ഒന്നും പ്രവർത്തിക്കുന്നില്ല, ഉറങ്ങുന്നവരും ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചുവെങ്കിലും ഈ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി തീർന്നുകൊണ്ട് യാതൊരു വക ആത്മീക ഫലവും പുറപ്പെടുവിക്കാതെ ഭക്തിയുടെ വേഷം മാത്രം ധരിച്ച് അതിന്റെ ശക്തി ഇല്ലാത്തവരായിട്ടുള്ള ആളുകളെ കുറിച്ച് ഉറങ്ങുന്നവരെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഈ ഉറങ്ങുന്നവർ മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, ഒരല്പം ദൂരെയാണ് എങ്കിൽ
മരിച്ചവരുടെ ഇടയ്ക്കിൽ ഒരു ജീവനുള്ളയാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല, പ്രയാസമാണ്. പിന്നെ അടുത്തൊക്കെ ചെന്ന് നോക്കിയാൽ ശ്വാസോച്ഛ്വാസം ഉണ്ടോ എന്ന് നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ മരിച്ചവരും ആത്മീകമായിട്ട് ഉറങ്ങുന്നവരും ഏകദേശം ഒരേ നിലവാരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, അവരിൽ നിന്നും വേർപെടുക. പത്രോസ് അപ്പോസ്തലൻ തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അവരെ സ്നാനപ്പെടുന്നതിന് മുമ്പ് അവരോട് കൽപ്പിച്ചതായിട്ടുള്ളൊരു കാര്യം ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുവിൻ എന്നാണ്. അപ്പോൾ ഈ ദുഷ്ടലോകത്തിൽ നിന്നുള്ള ഒരു രക്ഷ എന്ന് പറയുന്നത് ആവശ്യമാണ്. ഈ ദുഷ്ടലോകത്തിൽ പോയി കിടക്കുന്ന, അതായത് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം ദുഷ്ടലോകത്തിൽ തന്നെ അതിനോടുള്ള പങ്കാളിത്തത്തിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് അവര് ഈ ഉറങ്ങുന്നവരെന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ നിന്നും, മരിച്ചവരുടെ ഇടയിൽ നിന്നും അങ്ങനെ ഉറങ്ങുന്നവരെ നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുക. അങ്ങനെ എഴുന്നേറ്റാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. അപ്പോൾ നമ്മുടെ മേൽ ക്രിസ്തു പ്രകാശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉണർന്ന് എഴുന്നേൽക്കണം. മരിച്ചവരുടെ കൂട്ടത്തിൽ തന്നെ മരിച്ചവനെ പോലെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു ദൈവ പൈതൽ ക്രിസ്തു അവരുടെ മേൽ പ്രകാശിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കണമെങ്കിൽ ഉറങ്ങുന്നവരുടെ അല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉറങ്ങുന്നവരായിട്ടുള്ള ആളുകൾ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ആത്മീകമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് നാം ഓരോരുത്തരും നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നാം മുമ്പേ ഇരുളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നടപ്പും കിടപ്പും എല്ലാം ഇരുട്ടിലായിരുന്നു. നാം മരിച്ചവരായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവിലായപ്പോൾ നാം വെളിച്ചമായി തീർന്നു. അങ്ങനെ വെളിച്ചത്തിൽ നടക്കുന്ന ആളുകളായി, കർത്താവിൽ വെളിച്ചമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെളിച്ചത്തിൽ നടക്കുന്ന ആളുകളായിട്ട് നാം തീരണം. അത് തീരുന്നത് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ച് ചെയ്യുന്നതിനെയാണ്. അങ്ങനെ വെളിച്ചത്തിൽ നടന്നാൽ നമ്മളിൽ നിന്ന് എല്ലാ സൽഗുണങ്ങളും നീതിയും സത്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകും. വീണ്ടും നാം നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി പോയാൽ അത് നാം മരിച്ചവരുടെ ഇടയിലേക്ക് പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണത്. നാം ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് ഒരിക്കലും ഒരു ഭയത്തിൽ നിന്നോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ആണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. അപ്പോൾ വെളിച്ചത്തിൽ നടക്കുകയും ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു വെളിവ് എന്ന് നമുക്ക് പറയാം, വെളിവ് ദൈവം നൽകുന്നത്. അതുകൊണ്ട് ആ ദൈവം നൽകുന്നതായിട്ടുള്ള ആത്മീക വെളിച്ചം, ആത്മീയ ഉണർവ്, അല്ലെങ്കിൽ ശരിതെറ്റുകളെ കുറിച്ചുള്ളതായിട്ടുള്ള നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളതായിട്ടുള്ള ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ഉറങ്ങുന്നവരുടെ അല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉറങ്ങുന്നവരായിരിക്കുന്ന നാം എഴുന്നേറ്റ് ദൈവത്തിങ്കിലേക്ക് പോകുമ്പോൾ ക്രിസ്തു നമ്മളുടെ മേൽ പ്രകാശിക്കുകയും നാം ഒരു പ്രകാശമായും നമ്മളിലൂടെ പ്രകാശം പരത്തുകയും ചെയ്യുന്ന ആളുകളായിട്ട് നാം തീരും. അപ്പോൾ ഈ ഉറങ്ങുന്ന ആളുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, അവരുടെ മേൽ ക്രിസ്തു പ്രകാശിച്ചിട്ടില്ല. അതല്ല എങ്കിൽ അവര് ആ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അവർ പ്രകാശമായി തീർന്നുവെങ്കിലും ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി തീർന്നപ്പോൾ അവർ വീണ്ടും ഇരുളായിട്ട് അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് അവർ പോയി. വീണ്ടും ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കണമെങ്കിൽ അവരുടെ ഇടയിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് വരേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.